ഒരു സിംഗിൾ ലെഗ് പ്ലേ ഓഫ് മാച്ചിൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു മോശം റെക്കോർഡ് ഉണ്ടായിരുന്നു. അതുപോലെ സൂപ്പർ കപ്പിൽ ഇതുവരെ ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരം പോലും കളിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു റെക്കോർഡും ഉണ്ടായിരുന്നു. ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് നിലവിലെ സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരായിട്ടുള്ള ഈസ്റ്റ് ബംഗാളിനെ 2-0 എന്ന് പറയുന്ന സ്കോറിൽ പരാജയപ്പെടുത്തിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുന്നത്. അതും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലനമായിട്ടുള്ള ഡേവിഡ് കാറ്റലയുടെ ആദ്യ മത്സരത്തിൽ തന്നെ. എന്തെന്നൊക്കെ പറഞ്ഞാൽ നമ്മളുടെ ഇഷ്ടപ്പെട്ട ടീം വിജയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു ഫീൽ തന്നെയാണ്. ആണെങ്കിലും ഈ 2-0 എന്ന് പറയുന്നൊരു വിജയം അല്ല ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ ഡിസേർവ് ചെയ്തതെന്ന് ഞാൻ പറയും. കാരണം ഒരു 5-6 ഗോളിനെങ്കിലും വിജയിക്കേണ്ട ഒരു മത്സരമായിരുന്നു എന്നുള്ളതാണ്. കാരണം എത്ര സിറ്റേഴ്സാണ് നഷ്ടപ്പെടുത്തിയത്. മത്സരത്തിൻ്റെ തുടക്കത്തിൽ 1 മിനിറ്റും 30 സെക്കൻഡും കഴിഞ്ഞ ഒരു മൊമെൻറ്റിൽ നോവ സെറ്റ് ചെയ്തെടുത്ത ഒരു ചാൻസ് ഹെസൂസ് ഒരു സിറ്റർ ചാൻസ് ആയിരുന്നു മിസ്സാക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അതേപോലെ ഒരുപാട് അവസരങ്ങൾ ഹെസൂസ് മറ്റൊരു അവസരം ഇതേപോലെ കിട്ടിയത് മിസ്സാക്കി. നോവയ്ക്ക് അവസാനം കിട്ടിയിട്ടുള്ള ഒരു 1-on-1 സിറ്റുവേഷൻ, അതൊരു സിറ്റർ എന്നൊക്കെ പറയാം, ഒരു നല്ല ചാൻസ് ആയിരുന്നു, മിസ്സാക്കി. അതുപോലെ സഹീഫിന് കിട്ടിയിട്ടുള്ള അവസരം ആൻഡ് ശ്രീകുട്ടന് കിട്ടിയിട്ടുള്ള അവസരം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഷുവറായിട്ടും ഗോളാക്കേണ്ട അവസരങ്ങളായിരുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ മത്സരത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് പെർഫോമൻസ് നടത്തിയത് ഉറപ്പായിട്ടും നോവ സദോയി തന്നെയാണ്. സോ നോവയുടെ ഒരു മികവിൽ തന്നെയാണ് ആ ഒരു പെനാൽറ്റി നേടിയെടുക്കുന്നത്. ഒരു ലോങ് ബോൾ സിറ്റുവേഷനാണ്, നോവയെ ഫൗൾ ചെയ്യുന്നു, അത് ഹെസൂസ് ആദ്യം അടിച്ചു, അത് സേവ് ചെയ്തു, പക്ഷേ അത് റീടേക്ക് എടുക്കുന്ന സാഹചര്യം വന്നു. കാരണം ഗോൾ കീപ്പർ ഔട്ട് ഓഫ് പൊസിഷനിലാണ് എന്നുള്ള സാഹചര്യത്തിൽ രണ്ടാമത്തെ അവസരത്തിൽ ഹെസൂസ് ഗോളാക്കി മാറ്റി. എനിക്ക് ആ ഒരു പെനാൽറ്റി സിറ്റുവേഷൻ പെനാൽറ്റി അടിക്കുമോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഹെസൂസ് ഈ ഒരു മത്സരത്തിൽ മൊത്തത്തിൽ കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം സാധാരണഗതിയിൽ അങ്ങനെ ഹെസൂസ് ചാൻസുകളൊന്നും മിസ്സാക്കാത്തൊരു പ്ലെയറായിട്ടാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ, കുറച്ച് നാളുകൾക്ക് ശേഷം കളിക്കുകയാണ്, അതുപോലെ പുതിയൊരു പരിശീലകനാണ്, നല്ല ടെമ്പറേച്ചർ 29 ഡിഗ്രി മറ്റോ ആയിരുന്നു, അതുപോലെ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലൊക്കെ ഒരു വിദേശ താരത്തിന് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി അല്ല. സോ ആ ഫാക്ടേഴ്സും ചിലപ്പം ഉണ്ടായേക്കാം എന്നുള്ളതാണ് തോന്നുന്നത്. പിന്നെ രണ്ടാം പകുതിയിൽ നോവയ്ക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഗോളാണ്, അത് അടിപൊളി ഗോളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിലൂടെ റൺ നടത്തി ലെഫ്റ്റ് ഫൂട്ട് കൊണ്ട് അടിച്ചിട്ടുള്ളൊരു ഗോളാണ്, അതും അദ്ദേഹത്തിൻ്റെ വീക്ക് ഫൂട്ടാണ്. അത് നേരെ വലയിലേക്ക് ഇങ്ങനെ കയറിയെന്ന് ഞാൻ വിചാരിച്ചത് വല തുളഞ്ഞ് അപ്പുറത്ത് പോയതിനെ. അത്ര പവർഫുൾ ഒരു ഷോട്ടാണ്, അതും അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക് ഫൂട്ട് കൊണ്ട് അടിച്ചത് എന്നുള്ളതാണ്. അങ്ങനെയാണ് 2-0 എന്ന് പറയുന്ന ലെവലിൽ എത്തിയത്. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ അവസരങ്ങളുണ്ടായിരുന്നു, അതൊന്നും കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച അവസരം 42ാമത്തെ മിനിറ്റിൽ PB വിഷ്ണുവിൻ്റെ ലെഫ്റ്റിലൂടെയുള്ള റൺ, അത് ഷോട്ട് അടിച്ചു, പക്ഷേ പോസ്റ്റ് തട്ടി തിരിച്ചു വന്നു. ഒരു ഓപ്പൺ ചാൻസ് മെസ്സി ബൗലി മിസ്സാക്കുന്ന സാഹചര്യവും വന്നു. അതല്ലായിരുന്നെങ്കിൽ ഈസ്റ്റ് ബംഗാളിന് ആദ്യം തന്നെ ഒരു ഈക്വലൈസറൊക്കെ അടിക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എനിവേ ഈ ഒരു മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഉതിർക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 12ഓളം ഷോട്ട്സ് വന്നു, ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും വന്നില്ല. ബ്ലാസ്റ്റേഴ്സിനാണ് 3 ഷോട്ട് ഓൺ ടാർഗറ്റ് വന്നു, പക്ഷേ കിട്ടിയ അവസരങ്ങൾ അതിനേക്കാൾ വലിയ ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതൊന്നും മുതലാക്കാൻ സാധിച്ചില്ല. പിന്നെ ഡേവിഡ് കാറ്റലയുടെ ആദ്യ മത്സരമാണ്, അപ്പോൾ ആരാധകരൊക്കെ വളരെയധികം എന്താണ് ഡേവിഡ് കാറ്റലയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് ലോങ് ബോൾസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു. അതിൽ പലതും വർക്കൗട്ടായി. ആ പെനാൽറ്റി സിറ്റുവേഷൻ വന്നതും ഇതുപോലെ ഒരു ലോങ് ബോളിൽ നിന്നാണ്. അതുപോലെ ബാക്ക് ടു ബാക്ക് ഡിഫൻസിൽ നിന്ന് ഡയറക്റ്റ് ലെഫ്റ്റിലേക്കുള്ള ഒരു സ്വിച്ചിങ് അല്ലെങ്കിൽ അറ്റാക്കിങ്ങിലേക്കുള്ള ബോൾ കൊടുക്കുന്നത് എന്നുള്ള രീതിയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അത് ഓൾറെഡി എക്സ്പെക്റ്റഡ് ആയിരുന്നു, അദ്ദേഹം ആ തരത്തിലുള്ള ഒരു രീതിയാണ്. പിന്നെ ഈ ഒരു മത്സരത്തിൽ നമുക്ക് ഈ സീസണിലെ ഏറ്റവും വലിയ പോരായ്മയായിരുന്ന ഡിഫൻസ് വളരെ സ്റ്റേബിളായിരുന്നു, വളരെ കോമ്പാക്റ്റായിട്ട് നിന്നു എന്നുള്ളതാണ്. എസ്പെഷ്യലി നമ്മൾ 2 ഗോള് അടിച്ചതിന് ശേഷം നന്നായിട്ട് ലൈൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കീപ്പ് ചെയ്ത് അത് ഇത് ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിരുന്നു. മിലോസ് ആണെങ്കിലും ബിഗാഷ് ആണെങ്കിലും ലെഗാത്തോർ ആണെങ്കിലും അവരുടെയൊക്കെ പെർഫോമൻസ് ഇമ്പ്രസീവ് ആയിരുന്നു എന്നുള്ളതാണ്. പിന്നെ പല പ്ലെയേഴ്സും ഒരു ഔട്ട് ഓഫ് പൊസിഷനിലാണ് കളിപ്പിച്ചത്. എനിക്ക് ഫോർമേഷൻ എനിക്ക് പേഴ്സണലി തോന്നുന്നൊരു 4-4-2 ഡയമണ്ട് ഒക്കെ പോലെയാണ്. പക്ഷേ അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, കാരണം പലപ്പോഴും പല ഫോർമേഷൻസ് ആണ് നമുക്ക് ഫീൽഡിൽ കാണാൻ സാധിച്ചതെന്നുള്ളതാണ്. ഇപ്പം വിപിൻ ആണെങ്കിൽ ഒരു ലെഫ്റ്റ് സൈഡിലാണ് കൂടുതലും കണ്ടത്, എന്നാൽ ഒരു ലെഫ്റ്റ് വിങ്ങറായിട്ടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എന്നാണ്. നോവ കൂടുതൽ ഒരു റൈറ്റ് മിഡ്ഫീൽഡർ, റൈറ്റ് വിങ്ങർ റോളിലാണ് കളിച്ചത്. ഡാനിഷ് ഫറൂഖിനെ കുറച്ചും കൂടി ഒരു സപ്പോർട്ടിംഗ് സ്ട്രൈക്കർ റോളാണ് കണ്ടത്. ലൂണയാണെങ്കിൽ ഒരു സെൻട്രൽ മിഡ്ഫീൽഡ് പോലെ, ഹോമിപ്പാം ആണെങ്കിൽ ഒരു റൈറ്റ് ബാക്ക്, അങ്ങനെ ഡിഫറെൻറ്റ് പൊസിഷൻസിലൊക്കെയാണ് കളിപ്പിച്ചത്. അപ്പം കോച്ച് പിന്നെ അതുപോലെ തന്നെ പുതിയ ഇപ്പം ശ്രീകുട്ടനെ ഉപയോഗിച്ചു, അതുപോലെ സഹീഫ്, അങ്ങനെ യങ്സ്റ്റേഴ്സിനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതി നമുക്ക് കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അടുത്ത മത്സരം മോഹൻ ബഗാനെതിരെയാണ്, പക്ഷേ അവരുടെ മെയിൻ താരങ്ങളൊക്കെ റെസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതൊരു സാധ്യതയാണോ എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കിക്കാണാം. എന്താണെങ്കിലും നമുക്ക് വിജയിക്കാൻ സാധിച്ചു എന്നുള്ള പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പോസ് എഴുതുക ഈ ഒരു മത്സരത്തെ പറ്റിയുള്ളത്. ഒരു കാണിക്കാൻ